കാൽപാദത്തിലെ ചെറിയൊരു വിള്ളല് ആദ്യം ചെറുതായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. പിന്നീട് നടക്കുമ്പോ ആ ക്രാക്ക് പൊട്ടിയിട്ട് അതിലൂടെ രക്തമോ നീരോ ഇനി അതൊന്നും കൂടെ ഗുരുതരമായാല് മഞ്ഞ നിറത്തില് പസ് കൂടെ വരിക. ഇത് നിങ്ങളുടെ കാൽപാദത്തിൽ ഉണ്ടാകുന്ന വെറും ഡ്രൈനസ്, അതല്ലെങ്കിൽ ഉപ്പൂറ്റിയിൽ കലശലായിട്ടുണ്ടായിട്ടുള്ള ഡ്രൈനസ്, ഇത് മാത്രമൊന്നുമല്ല. ഇത് നിങ്ങൾ കരുതുന്ന പോലെ വെറും ഒരു ഇൻഫെക്ഷൻ മാത്രമാണോ? ആയുർവേദ ശാസ്ത്രത്തില് ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ആയുർവേദ ഗ്രന്ഥങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കുന്നതിനായിട്ട് എന്തെന്ത് മുൻകരുതലുകൾ, എന്തെന്ത് പൊടിക്കൈകൾ, ജീവിത രീതികളിൽ, ഭക്ഷണ രീതികളിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, ആയുർവേദ ചികിത്സാ രീതികൾ, ഇന്നത്തെ വീഡിയോ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരുവിധം ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഒരു തെറ്റിദ്ധാരണ കൂടെ മാറ്റിത്തരാം. അതായത് എല്ലാ ക്രാക്ഡ് ഹീൽസും എല്ലാവർക്കും എപ്പോഴും ഒരേ ഒരു രോഗം മാത്രമല്ല. സാധാരണയായിട്ട് ക്രാക്ഡ് ഹീൽസിലെ ഉപ്പൂറ്റിയിലൊക്കെ പാദത്തിലൊക്കെ കലശലായിട്ടുള്ള ഡ്രൈനസ്, വരൾച്ച അനുഭവപ്പെടാം. പിന്നീട് നിങ്ങൾ നടക്കുമ്പോൾ ആ ഹീൽസ് ഒക്കെ ഇങ്ങനെ ക്രാക്ക് ചെയ്തിട്ട് അതൊന്നും ഇങ്ങനെ നീര് പോലെയോ രക്തം പോലെയോ ചലവോ ഒക്കെ വരാറുണ്ട്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സമയത്ത് കലശലായിട്ടുള്ള വേദനയും അനുഭവപ്പെട്ടേക്കാം. ഇതിനെയാണല്ലോ നിങ്ങൾ ഈ ക്രാക്ഡ് ഹീൽസ് എന്ന് വിളിക്കുന്നത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആയുർവേദത്തില് ഇതിന് കാരണമായിട്ട് പറയുന്നത് ശരീരത്തിൽ അമിതമായിട്ട് വാദം വർദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദൂരം നടക്കുന്നവരായിരിക്കാം, ഇനി നിങ്ങൾ വസിക്കുന്ന പ്രദേശത്തെ മണ്ണിന്റെ ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയായിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തുമാത്രം വൃത്തിയോടുകൂടെ കഴുകി ഉരച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്നു എന്നുള്ളതിനും കാര്യമായ പങ്കുണ്ട്. ഇത് കൂടുതലായിട്ടും പാടത്തും പറമ്പിലും ഒക്കെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവര്, കാലുകൾ അങ്ങനെ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുന്നതിൽ അത്ര കാര്യമായ പ്രാധാന്യം കൊടുക്കാത്തവര്, ഇവർക്കും ഈ രോഗാവസ്ഥ പിടിപെടുന്നതായിട്ട് കാണാം. ഇന്ന് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതി, സാധാരണ കാണുന്ന ഡ്രൈനസ് കൊണ്ടുണ്ടാകുന്ന ക്രാക്ഡ് ഹീലും ഈ ക്രാക്ഡ് ഹീല് വർദ്ധിച്ച് ഇൻഫെക്ഷൻ ആയിട്ടുള്ള അവസ്ഥയിലും ഒരേ തരത്തിലുള്ള ചികിത്സാ രീതികൾ പ്രായോഗികമല്ല. സാധാരണയായിട്ട് നമ്മുടെ പാദത്തിന്റെ അടിയിലും ഉപ്പൂറ്റിയിലൊക്കെ മറ്റ് ചർമ്മത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കട്ടി കൂടുതലുള്ള ചർമ്മമാണ്. ഇനി നിങ്ങൾക്ക് സ്വതവേ വാദപ്രകൃതിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ചർമ്മത്തിന് അല്പം ഡ്രൈനസ് കൂടുതലായിരിക്കും. ഇനി അതുകൂടാതെ നിങ്ങൾ കൂടുതൽ ദൂരമൊക്കെ നടക്കുന്നവരാണ്, കൂടുതൽ സമയം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ്, പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്നവരാണ്. ഇത്തരക്കാർക്കൊക്കെ ഈ ഡ്രൈനസ് കൂടുന്നതിനും അതുവഴി അവിടെ പൊട്ടലുണ്ടാകുന്നു. പിന്നീട് അത് പഴുപ്പ് ഉണ്ടായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ആയുർവേദ ഗ്രന്ഥങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് രൂക്ഷത വർദ്ധിക്കുന്നതുകൊണ്ടാണ്, വാദം വർദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രോഗാവസ്ഥ പിടിപെടുന്നത്. ഇത് പെട്ടെന്ന് ഒരു ദിവസം സംജാതമാകുന്നതല്ല. വളരെ കാലമായിട്ട്, വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ പാദങ്ങൾ കൃത്യമായ പരിചരണം ശീലിച്ചു പോരാത്തതുകൊണ്ടും കൂടെയാണ് ഇത് വരുന്നത്. കൂടുതൽ നടക്കുന്നവര്, പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നവര്, പാരമ്പര്യ ഘടകങ്ങള്, ഡ്രൈനസ്, കാലുകൾ ഉറച്ച് വൃത്തിയാക്കാത്തതൊക്കെ ഇതിന് കാരണങ്ങൾ തന്നെയാണ്. മറ്റു ചിലർക്ക് അമിത ശരീരഭാരം, ഒബേസിറ്റി, പ്രമേഹം, എക്സിമ, സോറിയാസിസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇത്തരത്തിലുള്ള ചർമ്മ രോഗങ്ങൾ, അതൊക്കെ തന്നെയും ഈ ക്രാക്ഡ് ഹീൽസിനും കാരണമാകുന്നുണ്ട്. ഇത്തരം രോഗാവസ്ഥകൾ, കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ ഈ ക്രാക്ഡ് ഹീൽസ് ബാധിക്കുന്നതിന് സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് അർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഈ ക്രാക്ഡ് ഹീൽസ് ഇൻഫെക്ഷൻ ആയിട്ട് പഴുത്ത് അതിലൂടെ പസ് പുറത്തു വരുന്ന, ചലം പുറത്തു വരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അമിത ശരീരഭാരം ഉള്ളവരോ വളരെ കാലമായിട്ട് തുടർച്ചയായിട്ട് പ്രമേഹ രോഗത്തിന് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കാര്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇനിയും ഇത് നെഗ്ലക്ട് ചെയ്യാൻ പാടുള്ളതല്ല. എത്രയും പെട്ടെന്ന് കൃത്യമായിട്ടുള്ള വേണ്ടതായിട്ടുള്ള ചികിത്സാ രീതികൾ സ്വീകരിക്കണം എന്നർത്ഥം. കാരണം ഈ വരണ്ട് വിണ്ട് കീറിയിട്ടുള്ള ആ ചർമ്മത്തിലൂടെ ബാക്ടീരിയകൾ ഉള്ളിലേക്ക് പ്രവേശിച്ചേക്കാം. ഇത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ, ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ചില ലക്ഷണങ്ങളാണ് അവിടെ കരശലായിട്ടുള്ള വേദന, നീർക്കെട്ട്, പസ് ഫോർമേഷൻ, രക്തം വരുന്നു, ചലം വരുന്നു, തൊട്ടാല് വേദന അനുഭവപ്പെടുന്നു, വീക്കം ഉണ്ടാവുന്നു. ഇതൊക്കെ തന്നെ അവിടെ പസ് ഫോർമേഷൻ ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്, അത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്. ഈ അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് പേര് ചെയ്തു പോരുന്ന തെറ്റുകളാണ്. ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതായത് നിങ്ങൾ കത്തി ഉപയോഗിച്ചൊക്കെ തടിച്ചു വീർത്ത് പരുക്കനായിട്ട് നിൽക്കുന്ന ആ ചർമ്മം മുറിച്ചു കളയുന്നു, ഒരിക്കലും ചെയ്യരുത്. അതുപോലെ സൂചിയൊക്കെ ഉപയോഗിച്ച്, കൂർത്ത ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ കലശലായിട്ടുള്ള വേദന വരുമ്പോൾ അത് വൃത്തിയാക്കുന്നതിനായിട്ട് സൂചിയൊക്കെ ഉപയോഗിച്ച് കുത്തി വൃത്തിയാക്കുന്നു. ഇതൊന്നും ഒരിക്കലും പാടുള്ളതല്ല. കാരണം ഇത് ഇൻഫെക്ഷൻ ആകുന്നതിന് സാധ്യത കൂടുതലാണ്. പിന്നീട് അത് കൂടുതൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ബ്ലേഡ് ഉപയോഗിച്ച് ചെത്തിക്കളഞ്ഞിട്ടൊക്കെ സ്വയമേവ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ സ്റ്റിറോയിഡ് ക്രീമുകൾ വാങ്ങി പുരട്ടുന്നവരുണ്ട്. എനിക്കറിയാം, ഇത് തീർച്ചയായിട്ടും തെറ്റാണ്. നിങ്ങൾക്ക് കാഴ്ചയിൽ ഇതൊരു ചെറിയ സംഗതി ആയിരിക്കാം, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പൊടിക്കൈകൾക്കും സ്വയം ചികിത്സയ്ക്കൊക്കെ മുതിരുന്നത്. പക്ഷെ ഇത് കാലാന്തരത്തില് നിങ്ങൾ വേണ്ടതായ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ അമിത ശരീരഭാരമുള്ളവരും, പ്രമേഹ രോഗികളും, രക്തവാത സംബന്ധമായിട്ടോ സോറിയാസിസ് പോലെയോ മറ്റെന്തെങ്കിലും ചർമ്മ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരത്തില് അവിടെ നീരുണ്ട്, വേദനയുണ്ട്, ചലം വരുന്നുണ്ട്, രക്തം വരുന്നുണ്ട്, തടിച്ചു വീർത്തു വരുന്നുണ്ട്, കലശലായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. പക്ഷെ എന്നിരുന്നാലും ഒരു ഡോക്ടറെ കാണുന്ന സമയം വരെ നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ചെയ്യാവുന്ന ചില വിദ്യകൾ ഇവിടെ പറയാം. അതിനായിട്ട് പച്ചമഞ്ഞളും ആര്യവേപ്പിലയും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കാൽപാദങ്ങൾ മുക്കി വെക്കാം. ഇനി അതല്ലെങ്കിൽ പച്ചമഞ്ഞളും ആര്യവേപ്പിലയും കൂടെ അരച്ച് പുരട്ടി കെട്ടി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വാളൻപുളി, പുളിയില ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് കാൽപാദത്തിലും ഉപ്പൂറ്റിയിലൊക്കെ ബൃഹത് പിണ്ടതൈലം നന്നായി കുളിർക്ക പുരട്ടിയതിനു ശേഷം ഇളം ചൂടോടുകൂടിയുള്ള ഈ പുളിവെള്ളത്തില് കാൽപാദങ്ങൾ മുക്കി വെക്കുക ഒരു 10-15
മിനിറ്റ് സമയം വീതം രാവിലെയും വൈകിട്ടും. ഇതൊക്കെ തന്നെ ആ ക്രാക്ഡ് ഹീൽസ് ശമിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന്, അതിന്റെ ഇൻഫെക്ഷൻ നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു അവസ്ഥ എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വേണ്ടതായ പരിചരണം, ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടിയുള്ള ഔഷധ സേവ, ഇതൊക്കെ തന്നെ ശീലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ച് നിങ്ങൾ അമിതമായിട്ട് പ്രമേഹ രോഗമുള്ളവരാണ്, വളരെ കാലമായിട്ട് പ്രമേഹ രോഗങ്ങൾക്ക് ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രൂക്ഷത കുറയ്ക്കണം, സ്നിഗ്ധത കൂട്ടണം, കാൽപാദങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. മറ്റെന്തെങ്കിലും ചർമ്മരോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് എക്സിമിയോ സോറിയാസിസോ പോലുള്ള രോഗാവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടതായ അനുയോജ്യമായ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ സ്വീകരിക്കണം. ആവശ്യമായിട്ടുള്ള കഷായ ഔഷധ യോഗങ്ങൾ ശീലിക്കണം. അത്തരത്തില് ആ രോഗാവസ്ഥയെ നിയന്ത്രിച്ചു കൊണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ ക്രാക്ഡ് ഹീൽസും സുഖപ്പെടുന്നതിന് സാധ്യതയുണ്ട്. കാരണം ഇത് രണ്ടും ബന്ധമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സിമി ആയാലും സോറിയാസിസ് ആയാലും ക്രാക്ഡ് ഹീലും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. അത് മറ്റു രോഗാവസ്ഥകൾ കൊണ്ട് തന്നെയാണ് ഇതും സംഭവിച്ചിട്ടുള്ളത്. ഇത് രണ്ടും വേറെ വേറെ രോഗാവസ്ഥകളല്ല. ആയുർവേദ രീതിയിൽ ഇത്തരത്തിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. വ്യത്യസ്ത പേരുകളാണ്, വ്യത്യസ്ത നിദാനങ്ങളാണ്, വ്യത്യസ്ത ലക്ഷണങ്ങളാണ്. പക്ഷെ രണ്ടും ചർമ്മത്തെ ബാധിക്കുന്നു. രക്തദൂഷ്യമുണ്ട്, പിത്തദോഷവും രക്തദൂഷ്ടി ഉണ്ടാകുന്നുണ്ട്. ഉപ്പൂറ്റിയിൽ സാധാരണ പുരട്ടാനായിട്ട് നിർദ്ദേശിക്കാറുള്ളത് ശതദൗതകൃതം, ബൃഹത് പിണ്ഡതൈലം, അതുപോലെ തന്നെ കടുക്കത്തോട് പാലിൽ പുഴുങ്ങി അരച്ച് പുരട്ടി കെട്ടിവെക്കാറുണ്ട്. ഇതൊക്കെ തന്നെ ഈ ക്രാക്ഡ് ഹീൽ ശമിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. ഇതൊക്കെ ആരംഭഘട്ടത്തിൽ പ്രവർത്തിച്ചേക്കാം. രോഗ തീവ്രത കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വേണ്ടതായ കഷായ ഔഷധങ്ങളും പുറമെ പുരട്ടുന്നതിനുള്ള ലേപനങ്ങളും നിങ്ങൾക്ക് അനുയോജ്യമായത്, നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായത് നിശ്ചയിക്കേണ്ടതാണ്. ഈ ക്രാക്ഡ് ഹീൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽപാദങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് കാൽപാദങ്ങൾ പരിചരിക്കേണ്ടതാണ്. അതിനായിട്ട് മുൻപ് പറഞ്ഞ പോലെ പച്ചമഞ്ഞളും ആര്യവേപ്പിലയും ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ സഹിക്കാവുന്ന ചൂടോടെ കാൽപാദങ്ങൾ മുക്കി വെക്കാം. ഒരു 15-20 മിനിറ്റ് സമയം നേരം, മിനിമം ഒരു 10 മിനിറ്റ് വീതം രാവിലെയും വൈകിട്ടും ചെയ്യാവുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് ഈ പച്ചമഞ്ഞളും ആര്യവേപ്പിലയും അരച്ച് പുരട്ടുന്നതും നല്ലതാണ്. അതിനുശേഷം കാലുകൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് ശതദൗതകൃതമോ ബൃഹത് പിണ്ഡതൈലമോ പ്രാദേശികമായിട്ട് പുരട്ടാം. ഇത് രാവിലെയും വൈകിട്ടും പതിവായിട്ട് ചെയ്യുന്നത് ഉചിതമാണ്. നിങ്ങൾ ഒരുപാട് പേര് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള സംഗതിയാണ് ക്രാക്ഡ് ഹീൽസിന് കഴിക്കാനുള്ള ഔഷധങ്ങൾ ഏതൊക്കെയാണെന്ന്. ആയുർവേദത്തിലെ മറ്റു രോഗചികിത്സ പോലെ തന്നെ ഈ ഒരു അവസ്ഥയിലും നിങ്ങളുടെ ദേഹപ്രകൃതി, ദോഷസ്ഥിതി, രോഗാവസ്ഥകൾ, രോഗതീവ്രതകൾ, ജന്മനാ ഉള്ള ദേഹപ്രകൃതി, നിങ്ങളുടെ മറ്റ് അസുഖങ്ങൾക്ക് എന്തെന്ത് ഔഷധങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ചികിത്സാ രീതികൾക്ക് മാറ്റം വരും. നിങ്ങളുടെ ദഹനശക്തി, നിങ്ങളുടെ ഭക്ഷണ രീതികൾ, ഇതെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം ചികിത്സകൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഈ രോഗാവസ്ഥ പല പല കാരണം കൊണ്ടായിരിക്കാം ഉണ്ടാകുന്നത്. സോറിയാസിസ് ഉണ്ടാകാം, എക്സിമി ഉണ്ടാകാം, ഫംഗൽ ഇൻഫെക്ഷൻ ആകാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, അമിത ശരീരഭാരം ഉണ്ടാകാം, പ്രമേഹ രോഗം ഉണ്ടാകാം, പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടാകാം. ഇതെന്തെന്ത് സംഗതികളൊക്കെയാണ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണം ഒരു ഡോക്ടർക്ക് ചികിത്സ നിശ്ചയിക്കാനായിട്ട്. ഉള്ളിലേക്കുള്ള ഔഷധങ്ങൾ സേവിക്കേണ്ടതായിട്ട് വരും, പുറമേക്ക് പുരട്ടാനുള്ള തൈലങ്ങൾ വേണ്ടതായിട്ട് വരും, നിത്യേന പാദങ്ങളുടെ പരിചരണം ആവശ്യമായിട്ട് വരും. ഇത്തരത്തില് തുടർച്ചയായിട്ട് കുറച്ചു കാലത്ത് ഭക്ഷണ നിയന്ത്രണം കൊണ്ടും ജീവിത രീതികളിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ കൊണ്ടും ഔഷധ സേവ കൊണ്ടും പുറമേയുള്ള ലേപനങ്ങൾ കൊണ്ടൊക്കെ ഈ രോഗാവസ്ഥ മാറ്റിയെടുക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സാധ്യമാണ്. മറ്റേതൊരു ചർമ്മരോഗത്തെ പോലെ തന്നെ ഇവിടെയും ഭക്ഷണ രീതികൾക്ക് കാര്യമായ പങ്കുവഹിക്കാനുണ്ട്. കാരണം ചർമ്മരോഗങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വാതദോഷം അല്ലെങ്കിൽ പിത്തദോഷം അല്ലെങ്കിൽ കഫദോഷം വർദ്ധിച്ചിട്ടുണ്ട്, രക്തദുഷ്ടി ഉണ്ടാകുന്നുണ്ട്, പിത്തദോഷത്തിന് അമിതമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാകും. ചില സമയത്ത് അനുബന്ധമായിട്ട് വാതദോഷമായിരിക്കാം, മറ്റു ചില സാഹചര്യങ്ങളിൽ അനുബന്ധമായിട്ട് കഫദോഷമായിരിക്കാം വർദ്ധിച്ചിരിക്കുന്നത്. ഇത്തരത്തില് ദോഷ ഇംബാലൻസും രോഗതീവ്രതയും രക്തദുഷ്ടിയൊക്കെ അളന്ന് കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സകൾ നിശ്ചയിക്കാനായിട്ട്. ഭക്ഷണത്തിൽ നിങ്ങൾക്ക് പൊതുവെ ശരീരത്തിൽ ഉൾപ്പുഴുക്കം വർദ്ധിക്കുന്ന, ശരീരത്തിൽ ചൂട് കൂട്ടുന്ന തരം ആഹാര സാധനങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സീ ഫുഡ്, കടൽ മത്സ്യങ്ങൾ, കോഴിമാംസം, കോഴിമുട്ട, ഊത്തിറച്ചി, സ്പൈസി ഫുഡ്, എണ്ണയിൽ വറുത്ത സംഗതികൾ, അച്ചാറ്, കട്ടത്തൈര്, എണ്ണക്കടികൾ, ഇതൊക്കെ തന്നെ പൂർണ്ണമായിട്ടും എന്ത് തരത്തിലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടെങ്കിലും ഈ ക്രാക്ഡ് ഹീൽസിലും അതുപ്രകാരം തന്നെ ഇതൊക്കെ തന്നെ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനപ്രദമായിരിക്കും. ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. കാരണം ഈ ക്രാക്ഡ് ഹീൽസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഡ്രൈനെസ് ഉണ്ട്, വാതദോഷം അമിതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്, തണുത്ത വെള്ളവുമായിട്ടുള്ള പെരുമാറ്റം, തണുത്ത കാലാവസ്ഥ, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. രാവിലെയും വൈകിട്ടും വെള്ളം ചൂടുവെള്ളത്തിൽ കഴിയുമെങ്കിൽ അരിവേപ്പിലയോ അരിവേപ്പിന്റെ തൊലിയോ ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കണം. വളരെ മൈൽഡ് സോപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കഴിയുമെങ്കിൽ ചെറുപയർ പൊടിയോ കടലമാവോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വീടുകളിൽ തന്നെ കറ്റാർവാഴപ്പോള നട്ടു വളർത്തിയിട്ട് അതിന്റെ പോള പൊളിച്ചെടുത്ത് കിട്ടുന്ന ജെല്ലി അവിടെ കൂടെ കൂടെ പുരട്ടി കൊടുക്കുന്നത് ഉപ്പൂറ്റി വിള്ളലിന് വളരെ ഫലപ്രദമാണ്. അത് ഹീൽ ചെയ്യുന്നതിനായിട്ട് ചർമ്മത്തിന്റെ പൂർവ്വരൂപം വീണ്ടെടുക്കുന്നതിന് സഹായകരമായേക്കാം. ധാരാളം പഴങ്ങളും പച്ചക്കറികളും പ്രത്യേകിച്ച് ഇലക്കറികളും കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ധാരാളം വെള്ളം കുടിക്കണം. കുടിക്കാനുള്ള വെള്ളം കരിങ്ങാലിക്കാതലൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. രക്തശുദ്ധി വരുത്തുന്നതിന് കരിങ്ങാലിക്കാതൽ കാര്യമായ പങ്കുവഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അമിതമായ പ്രമേഹ രോഗം കൂടെ ഉള്ളവരാണെങ്കിൽ ഏകനായകത്തിന്റെ പേര് അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് കൊത്തി നുറുക്കി ചതച്ചിട്ട് ഏകദേശം ഒരു 1-2 ലിറ്റർ വെള്ളം ഒരു ദിവസം തിളപ്പിക്കുക. അത് അരിച്ചെടുത്ത് വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പലവട്ടമായിട്ട് കുറേശ്ശെ കുടിച്ച് തീർക്കുന്നത് നല്ലതാണ്. പ്രമേഹ രോഗം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും, അമിത ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും, വിശപ്പിനെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന വ്രണങ്ങൾ കരിയുന്നതിനും സഹായകരമാണ്. എന്ത് തന്നെ വന്നാലും കത്തിയോ സൂചിയോ ബ്ലേഡോ നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആ ഡ്രൈ സ്കിൻ ചെത്തിക്കളയാനായിട്ട് മുതിരരുത്. അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട്. പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ, പ്രമേഹം അമിതമായിട്ട് വർദ്ധിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ ഭാഗത്ത് ഉണ്ടാകുന്ന മുറിവുകൾ, വ്രണങ്ങൾ കരിഞ്ഞുണങ്ങും.
വാങ്ങുന്നതിന് സാധ്യത വളരെ കുറവാണ്. ഇൻഫെക്ഷൻ നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ഇത് വളരുകയാണ്, പടരുകയാണ്, പസ് ഫോർമേഷൻ ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായിട്ടുള്ള ഇന്റേണൽ മെഡിസിൻസ്, ഉള്ളിലേക്കുള്ള കഷായ ഔഷധങ്ങൾ പുറം പുരട്ടുന്നതിനായിട്ടുള്ള തൈലയോഗങ്ങൾ, ഘൃതയോഗങ്ങൾ, ഓയിൻമെന്റുകൾ, ലേപനങ്ങൾ ഒക്കെ ശീലിക്കേണ്ടതാണ്. അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനായിട്ടാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇത് പെട്ടെന്ന് ഒരു ഗുരുതരമാകുന്ന രോഗാവസ്ഥയല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളിത് ഇങ്ങനെ താൽക്കാലിക പൊടിക്കൈകളൊക്കെ കൊണ്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. പക്ഷേ അത് രോഗതീവ്രത വഷളാക്കും, കൂടുതൽ ഗുരുതരാവസ്ഥ സംജാതമായേക്കാം. തീർച്ചയായിട്ടും കാൽപാദങ്ങൾ വൃത്തിയാക്കി വെക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. രാവിലെയും വൈകിട്ടും കാലുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഡ്രൈനസ് കുറയ്ക്കുന്നതിനായിട്ട് നെയ്യ് ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഔഷധങ്ങളൊക്കെ അവിടെ പ്രാദേശിക ലേപനത്തിന് നിർദ്ദേശിക്കാറുണ്ട്. രൂക്ഷത കൂടി വാതദോഷം വർദ്ധിച്ചാണ് ട്രാക്ട് ഗിൽസിന്റെ പ്രധാന കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണം. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. ഇത്തരം അറിവുകൾ പതിവായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചർമ്മരോഗങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സഹായകരമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.